8K സാംസങ്ങിന്റെ TV എത്ര റേറ്റ് എന്നറിയാം? 31,990. ചെറിയ പൈസ. 6 ലക്ഷം രൂപ അത്രേ ഉള്ളൂ. ഇതേ കാണുന്നു ബാക്കിൽ. So how to get Google? It's a very difficult process. ഇത് കാണുന്നതാണ് Aquarium, ദുബായ് Aquarium. റോഡ് ചാലിക്കുള്ള റോഡ്. ഇതാണ് ദുബായ്. ഈ കാണുന്ന ബിൽഡിംഗാണ് ഈ റൗണ്ട് മ്യൂസിയം അങ്ങനെ എന്തോ അറബിക് വേർഡ്സ് ലെറ്റേഴ്സ് അങ്ങനെ എന്താണ് മൊത്തം. ലെഫ്റ്റാ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദുബായ് മാളിലാണ്. ദുബായ് മാൾ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങണം. നമ്മളെ കൂടെ ശരത്തും പ്രിൻസും ഉണ്ട്. അപ്പോൾ ശരത്തിൻ്റെയും പ്രിൻസിൻ്റെയും കൂടെ ദിസ് ഈസ് നൗഫൽ. വെൽക്കം ടു NMC Viewfinder. ദുബായ് മാളിനകത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ മാതൃകയിലാണ് ഇത് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. ടൂറിസ്റ്റേഴ്സിൻ്റെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം തന്നെയാണ് ദുബായ് മാൾ. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആക്ടിവിറ്റീസും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും ഒക്കെ ഇവിടെയുണ്ട്. ദുബായ് എന്ന നഗരത്തിൻ്റെ തലകീഴായിട്ടുള്ള രൂപമാണ് ഈ കാണുന്നത്. November 2008 Nowember 4 ദുബായ് മാൾ പ്രവർത്തനം ആരംഭിച്ചത്. 4 നിലകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വേൾഡിലെ നമ്പർ 1 മാളുകളിൽ ഒന്നാണ് ഈ ദുബായ് മാൾ. ലാൻഡ് ഏരിയ വെച്ച് നോക്കുമ്പോൾ ലാർജസ്റ്റ് മാൾ ഇൻ ദ വേൾഡ് എന്നാണ് ദുബായ് മാൾ അറിയപ്പെടുന്നത്. 12 മില്യൺ സ്ക്വയർ ഫീറ്റാണ് ഈ മാളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ 1200ഓളം റീറ്റെയിൽ ഷോപ്പുകളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ സിനിമ തിയേറ്റർ, അക്വേറിയം, എൻ്റർടൈൻമെൻറ്റ് പരിപാടികളും ഇതിനകത്ത് തന്നെയുണ്ട്. കൂടാതെ 200-ലധികം ഫുഡ് ആൻഡ് ബിവറേജ് ഔട്ട്ലെറ്റ്സും ഈ മാളിനകത്ത് സ്ഥിതി ചെയ്യുന്നു. പറയൂ, എന്തെങ്കിലും പറയൂ. ദുബായ് മാളിനെ കുറിച്ച് 2 വാക്ക്. ദുബായ് മാളിനെ ദുബായ് മാളിങ്ങനെ നടന്നു കാണേ. അല്ല, ഓട്ടോറിക്ഷ ഉണ്ട് നല്ലതാ കേട്ടോ. എല്ലാം കൂടി കറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട്
നടന്ന കാണുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് മൊത്തത്തിൽ. 2 ദിവസത്തെ പരിപാടി ഉണ്ടല്ലോ. നമ്മൾ തമാശ കാണാൻ പറയുന്ന കാര്യം അത് ദുബായ് മാളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത്രത്തോളം ഏരിയ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, സ്റ്റാർബക്സിൽ നിന്ന് നമുക്ക് ഓരോ കോഫി ചേർത്ത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അത് കുടിക്കുന്നതും കൂടി നമുക്ക് വീഡിയോയിൽ കാണാം. എമിറേറ്റ്സിൻ്റെ എയർബസ് A380 ഫ്ലൈറ്റ് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിനകത്തുള്ളത്. ഇവിടെ ഒരു കോക്ക്പീറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു വെർച്വൽ റിയാലിറ്റി ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതിന് 15 മിനിറ്റിന് 150 ദിർഹംസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 30 മിനിറ്റിന് 300 രൂപയും 60 മിനിറ്റിന് 575 രൂപയുമാണ് ഇതിന് ചാർജ് വരുന്നത്. ഈ കാണുന്നതാണ് അക്വേറിയം, ദുബായ് അക്വേറിയം. മുമ്പ് മുകളിലൊക്കെ സ്റ്റാറിനെ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ദുബായ് അക്വേറിയം എങ്ങനെ? പറയാൻ വാക്കുകളില്ല. ഇതിപ്പോൾ വേറെ കുറേ സെക്ഷൻ ഉണ്ട്. അക്വേറിയം കഴിഞ്ഞ് വേറെ 1-2 സെക്ഷൻ ഉണ്ട്. അല്ല, എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ് കുറേ ഉണ്ട് ഇതിനകത്ത്. അക്വേറിയം ഒന്നും കൂടെ ഒന്ന് മര്യാദയ്ക്കാണ്. എന്താ നോക്കിയിരിക്കുന്നത്? നമ്മൾ പാരീസിലെത്തി. അവിടെ നടന്ന് US ഉണ്ട്, അപ്പുറത്ത് പാരീസ് ഉണ്ട്. ഈ കാറിൻ്റെ പകുതിയാരുണ്ട് കേടാ. താങ്കൾക്ക് വല്ലതും പറയണ്ടോ? ചളി അടിക്കാൻ പറ്റിയ മൂഡിലല്ല. ദുബായ് മാളെ കണ്ടിട്ട് ആകെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ആ മുഖം കാണിച്ചേ. എന്നിട്ടാ കഴിഞ്ഞ ദുബായ് ഇങ്ങനെയല്ല. ഉദ്ദേശിച്ച ദുബായ് ഇങ്ങനെയല്ല പറയും. അത് സത്യമാണ്. എൻ്റെ മനസ്സിലൊരു ദുബായ് ഉണ്ടായിരുന്നു. ആ ദുബായ് ഇങ്ങനെയല്ല. അതാ പ്രശ്നം. എൻ്റെ മോനെ 8K സാംസങ്ങിൻ്റെ സാംസങ്ങിൻ്റെ TV എത്ര റേറ്റ് എന്നറിയാം? 31,990. ചെറിയ പൈസ. നാട്ടിലൊരു 6 ലക്ഷം രൂപ അത്രേ ഉള്ളൂ. ഇതേ കാണുന്നു ബാക്കിൽ. 31,990 റുപ്യൻ്റെ TV. രൂപയുടെ അല്ല, 31,990 ദിർഹംസിൻ്റെ. ഈ സാധനത്തോടൊക്കെ നമുക്ക് പുച്ഛമാണ്. എന്താ വെച്ചാൽ എത്ര കാലം പണിയെടുത്താലും നമുക്ക് ഇത് അടുത്തൊന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല കണ്ടാലും പോലും. പക്ഷേ 8K ആണ് സാധനം. എന്തായാലും 8K ഔട്ടായി. 8K ഡ്രസ്സ് എടുത്തിട്ട് പോയാൽ നല്ലല്ലേ? What about this Chrome? Is it Google Chrome? No, there's no Google, but you have to download maybe from the app gallery. Nothing from app. There is no Play Store. No Play Store, no anything. Okay. And Only this is a last one in 2019 with the. मतलब ये इंडिया में नहीं है? नहीं कहीं भी नहीं है.
2019 से खत्म हो गया. So how to get Google? It's a very difficult process. Search engine also. Google. Search engine also. आपको सर्च इंजन मिलेगा. Okay. आपको ये इससे मिलेगा ऐप गैलरी से. App gallery. Okay. Inside. ദുബായ് നമ്മൾ നേരത്തെ അതിൻ്റെ നേരെ മുകളിൽ തന്നെ അവിടെ നമ്മൾ നിന്നത് ഏറ്റവും മുകളിൽ പോകല പരമ്പരാഗതമായ ശൈലിയുള്ള കാര്യങ്ങളാണ്. അതായത് ആ ഒരു പഴയൊരു ട്രഡീഷൻ നമുക്ക് ഫീൽ ചെയ്യും നാട്ടിൽ കയറി കഴിഞ്ഞാൽ. ഒരു ലെവലിൻ്റെ ഷൂ മാത്രമേ ലെവൽ അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, അതായത് മറ്റെവിടെ ഇത് കാണാൻ പറ്റുന്നതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇവിടെ ഒരു ദിനോസറിൻ്റെ, നമ്മളെ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള ദിനോസറിൻ്റെ അസ്ഥികൂടം എന്നല്ല അതിനെന്താ പറയാ, മലയാളത്തിൽ അസ്ഥികൂടം തന്നെ ബാക്കിയുണ്ട്. ഒറിജിനലാണിത്. ഇവിടെ വെച്ചിട്ടുണ്ട് ഫോസിൽ, ദിനോസറിൻ്റെ ഫോസിൽ എന്ന് പറയും എന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എപ്പോൾ കിട്ടി, എവിടുന്ന് കിട്ടിയെന്നൊക്കെ ഉള്ളത്. ഇവിടെ അതിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇതാണ് അതിൻ്റെ ഒറിജിനൽ സാധനം, ഫോസിൽ. കംപ്ലീറ്റ് ഒറിജിനൽ ഇങ്ങനെ ഓരോന്നും പീസ് പീസാക്കിയിട്ട് അവർ ജോയിൻ ചെയ്ത് വെച്ചാണ്. കംപ്ലീറ്റ് ഒറിജിനൽ ഓരോ പീസ് ജോയിൻ ചെയ്തതാണ്. ആള് 2008 യോമിങ് USA അവിടെ നിന്നാണ് കണ്ടെത്തിയത്. 150-155 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. ചിത്രം കാണിച്ച ഏകദേശം വെജിറ്റേറിയൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ദുബായ് ഡൈനോ അല്ലാതെ അവരുടെ ലോകമാണ്. ആ ബോഡി സ്ട്രക്ചറിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ വേറെ മരത്തിൻ്റെ അങ്ങനെ ഫ്രെയിമൊക്കെ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് റോപ്പിട്ട് ടൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് സ്ട്രക്ചർ ഉണ്ട് അതിനകത്ത്. എല്ലാം കണ്ട് വിജൃംഭിച്ച് വെക്കുന്ന വെച്ചാൽ അങ്ങോട്ട് പോകണം എന്നറിയില്ല ലോകത്തിൽ. അതിനെങ്ങനെ ഈ വണ്ടി ഇതിനകത്ത് എത്തിച്ചു എന്നുള്ളതിനെ പറ്റി സംശയമില്ല. ഉമ്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് തോന്നുന്നു. ഒരു മാളിനുള്ളിൽ കാട്ടിക്കൂട്ടാവുന്ന സകല കാര്യങ്ങൾ ചെയ്തു. ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് പോകുന്ന ആരുമില്ല കേട്ടോ. അതിന് പല്ലൊന്നുണ്ടല്ലോ, വീണ്ടും തീർന്നിട്ടായിരിക്കും പഠിച്ചത്. ഞങ്ങൾ ഓണാടിക്ക് തന്നെ മലയാളി കേട്ടോ. ഓണാടിക്ക് തന്നെ മലയാളിയാണ്. അതും പറയാൻ പറ്റില്ല. ഇൻസ്പിറേഷൻ. അങ്ങനെ ഫൈനലി ബുർജ് ഖലീഫിൻ്റെ ഫ്രണ്ടിൽ
അച്ഛനെ നമ്മൾ മറ്റൊരു അത്ഭുതം കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ 89ാമത്തെ നിലയിൽ ഫ്ലാറ്റ് നല്ല സംഖ്യ. ബുർജ് ഖലീഫയുടെ തൊട്ടുതായാലും എക്സാക്ട്ലി പറയാൻ പറ്റില്ല, ഞങ്ങളങ്ങനെ കയറിയില്ല. ദുബായ് മാളിൻ്റെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്, അതിൻ്റെ അടുത്തുള്ള ഭാഗത്ത് ഞങ്ങൾ ബുർജ് ഖലീഫ. കൂടിയിട്ടാലോ നാട്ടിലെ എന്താ നാച്ചുറൽ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നിട്ട് കണ്ട് കുളിക്കേണ്ട പരിപാടിയാണ്. വെള്ളം കണ്ട അപ്പാട് സൂര്യ. നമുക്ക് പിന്നെ നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് ദുബായ് മാള് ഒന്നുമില്ല. അതൊക്കെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ദുബായ് മാളുടെ വിശേഷങ്ങൾ? വ്യത്യസ്തമായ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. ബൈ ഫ്രം NMC Viewfinder. ശരത്തിനും അച്ചായനൊന്നും ബൈ.